നമസ്കാരം ഗൈസ്. 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് മോർണിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം പറയണം തോന്നി, എനിക്കിത് സംസാരിക്കണം തോന്നി. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ തുടക്കം വീഡിയോയിൽ കേട്ടതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം മോളുടെ ടോക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഷീ ഈസ് നോട്ട് ഫൈൻ നൗ. ആള് സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ട് കുറച്ച് ഇൻഫെക്ഷനായി പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ആൾ വേണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഇൻറ്റു ആളെ ഒരു റിവ്യൂവർ ആക്കിയിട്ടൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അന്ന് സംസാരിച്ചപ്പോൾ ആൾ കൂടെ കൂടിയെന്നുള്ളൂ. ഫോഴ്സ് ചെയ്യാറില്ല. അഥവാ റീലെടുക്കാൻ മാത്രമേ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഞാൻ വിളിക്കാറുള്ളൂ. ഓക്കെ, പോട്ടെ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ടായിരിക്കും ഫിനാലെ സമയത്ത് കയറുന്ന ആൾക്കാർ കുളം കലക്കുന്നത്. ഈ കഴിഞ്ഞ സീസൺ 6 വരെ ഫിനാലെ സമയത്ത് കയറിയവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ശല്യം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയാൻ കാരണം അവർക്ക് ബോധവും ബുദ്ധിയും വെളിവും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇറങ്ങി അത് കഴിഞ്ഞ് ഇതിപ്പോൾ തീരാൻ പോവുകയാണ്. അപ്പോൾ ആ നിൽക്കുന്നവർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക എന്നല്ലാതെ ഈ മലന്ന് കിടന്ന് തുപ്പുന്ന ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു സീസണിൽ തീരാറായപ്പോഴാണ് കൂട്ടി കത്തല്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ചോദിക്കാൻ ലാലേട്ടനും വരാൻ പോണില്ല, ബിഗ് ബോസും വരാൻ പോണില്ല. കാരണം ഇത് സ്ട്രേറ്റ് ടു ഫിനാലെ ആണ്. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ശൈത്യ. ഷീ ഈസ് ഓവർ എക്സ്പോസ്ഡ്. അത് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര പുച്ഛമാണ് തോന്നിയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഫിനാലേക്ക് പോയിരിക്കുന്നതാണ്. അപ്പം ആ കുട്ടിയുടെ വർത്തമാനങ്ങൾ ഒരുപാട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനുണ്ട്. വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോൾ ഓപ്പോസിറ്റ് അനു അല്ലെങ്കിലും ഞാൻ ഈ കാര്യം സംസാരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര അയ്യേ എന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കഴിഞ്ഞ സീസൺ 5 പല ആൾക്കാരായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെന്നിട്ട് അതിനെ പറ്റിയിട്ട് ചോദിക്കാനോ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനോ നിന്നിട്ടില്ല. ഒരു വിഷയം ഉണ്ടായിരുന്നത് മനീഷേച്ചിയും മറ്റേ കൊച്ചുമായിട്ടുള്ള ഒരു ഉടക്കാണ്. അത് മുമ്പത്തെ ഉടക്കുന്നില്ല, ആ സ്പോട്ടിൽ അവിടെ വെച്ചിട്ട് നടന്ന ഒരു ഉടക്കാണ്. അത് കഴിയുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീസൺ വേറെ ഉണ്ടായിട്ടില്ല. ശൈത്യ പറയുന്നത് ഇത് ചോദിച്ച് ക്ലിയർ ആക്കാനാണ് ഞാനിവിടെ വന്നതെന്ന്. അപ്പൊ ഫിനാലേക്ക് വന്നതല്ല. ആൻഡ് കൂടുതൽ ആളുകൾ, ഒരാൾ പോലും, അതിന്റെ അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും വിട്ടേക്ക്, ഇത് കഴിഞ്ഞില്ലേ എന്ന് പറയുന്നില്ല. ശൈത്യ അവിടെ നിന്ന് എന്തോ വൃത്തിയോട് പറയുന്നു, അത് ബീപ്പാകുന്നു. നമ്മുടെ കലാഭവൻ ചരിക അവിടെ നിന്ന് അതിനു വേണ്ടിയിട്ട് അയ്യേ എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊന്നും ബുദ്ധിയും ബോധവും വെളിവില്ല. എനിക്ക് അറിയാൻ പാലാത്തോണ്ട് ചോദിക്കുകയാണ്. ആ കൊച്ചിനെ ഇങ്ങനെ വട്ടമിട്ടത് ആക്രമിക്കാനായിട്ട് എന്ത് തന്നെയാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമല്ലോ. യുദ്ധക്കളമൊന്നുമല്ലല്ലോ, അത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറയണം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയും പ്രശ്നമാക്കി ഇത് അത് അതിലൂടെയൊക്കെ എനിക്ക് പുച്ഛം തോന്നി. കാരണം അവളൊക്കെ ഇരുന്ന് രസിക്കുകയാണ് സത്യം പറഞ്ഞ. ഒരു സ്ത്രീയെ ഇട്ടിട്ട് ഇങ്ങനെ പുകയ്ക്കണ കണ്ടിട്ട്. ആൻഡ് PR ആയിട്ടാണ് പ്രശ്നം. PR ശൈത്യയുടെ കയ്യിൽ. PR എന്ന് പറയുന്നത് ഇവര് റെസ്പോണ്ട് പറയുന്ന ആരാണ്? വിനുവിനെയാണ്. ഓക്കെ, അപ്പൊ വിനു ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിനുവിനോട് സംസാരിക്കണം. അപ്പോ അതിന്റെ അർത്ഥം ശൈത്യം PR കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മിയും PR കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയുടെ PR സൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ശോഭയാണ് പോയിരുന്നതെന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും ആവട്ടെ, ഇത് ടോപ്പിക്കായിട്ട് ഞാൻ കണക്ട് ആക്കുന്നില്ല. പക്ഷെ ആ കുട്ടിയെ, അതായത് ശൈത്യ എന്ന് പറയുന്ന വ്യക്തി, അനുമോൾ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു പാഴ്ചമ്മ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ആ കൊച്ചു തിരിച്ചൊന്നും റിയാക്ട് ചെയ്യാത്തത് ഭാഗ്യം. അതിനറിയില്ല. പിന്നെ അനുമോൾ ഇത്രയും കണ്ട ഒരു ഇതിൽ ഞാൻ പറയാണ്, വിനു ആണ് ചതിച്ചത്. അല്ലെങ്കിൽ അയാൾ എൻ്റെ എത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, കട്ടപ്പ എന്നൊക്കെ പറഞ്ഞു പുറത്ത് എന്നെ മോശമായിട്ടുള്ള രീതിയിൽ കളഞ്ഞു, എനിക്ക് പുറത്തും ലൈഫ് ഉള്ളതാന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾക്ക് ലൈഫില്ലേ? അനുമോൾക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? പിന്നെ 24/7 ലൈവ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ശൈത്യ പറയുന്ന വ്യക്തികളാണ് അല്ലേ? ശൈത്യ പറയുന്നു അനുമോൾ പറഞ്ഞ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അനുമോൾ പറഞ്ഞ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അനുമോൾ സംസാരിച്ച മറ്റേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് മറ്റേ കാര്യം? ഇതൊക്കെ ടോപ്പ് സീക്രട്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വീഡിയോന്റെ മുന്നിലോട്ട് വരും. കാരണം 24/7 ആണ്, ബിഗ് ബോസിന് മുഖ്യം കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഇത് എന്തിനു ബാക്ക് സ്റ്റോപ്പ് ആള് അങ്ങോട്ട് ഭയങ്കര ടെമ്പർ ആക്കാണ്. ഒരു ബോധമില്ല. ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പൊ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ അനുമോള് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അപ്പൊ ആൾക്ക് എന്താണ്, ആളുടെ വിചാരം ഇവിടെ വന്നിട്ട് ഒരു ഷോ കാണിക്കണം, പുറത്തിറങ്ങുമ്പോൾ അനുമോളെ വരട്ടിയ ശൈത്യ എന്നൊക്കെ പറഞ്ഞ് BGM ഇട്ടൊരു സാധനം വരും എന്നാണ്. പക്ഷെ ശൈത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ശൈത്യക്ക് മനസ്സിലാവും എത്ര ഹേറ്റേഴ്സ് കൂടിയെന്നും അനുമോളോട് എത്ര ആൾക്കാരോട് ഇഷ്ടം തോന്നിയെന്നുള്ളത്. അതേപോലെ ഈ അനീഷിന്റെ പ്രേമം അത് അനു യൂസ് ചെയ്തു. ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, അവിടെ അനുമോൾ ആരോടെങ്കിലും ഒരു ക്രഷ് അടിച്ചോ പ്രണയം കാണിച്ചോ പുറകെടക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആൻഡ് മാനസികമായിട്ട് അനീഷിനെ വളയ്ക്കാൻ നോക്കി എന്നുള്ള പദപ്രയോഗമൊക്കെ വരുന്ന ആ രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അനുമോള് അവിടെ ഇരുന്നിട്ട്
ഫ്ലൈങ് കിസ് കൊടുക്കുന്നു, ചായ എന്ന് വിളിക്കുന്നത്, അതൊക്കെ തമാശയ്ക്കാന്ന് അവിടെ ഉള്ളവർക്കും അറിയാം, പുറത്തുള്ളവർക്കും അറിയാം. അവിടെ ഉള്ളവർ പോലും പറയുന്നില്ലേ അത് അവൾ തമാശയ്ക്കാന്നുള്ള രീതിയിൽ ഒന്നും പറയുന്നില്ല. ഈ കൊച്ചിനെ അങ്ങോട്ട് മുന്നിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. ശൈത്യ പറയുന്നു നീ ഇതൊന്നും സംസാരിക്കില്ല, നീ എന്നെ പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളത്. ആക്ച്വലി ആരെവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്? ഭയങ്കര ബോറായിപ്പോയി, ഭയങ്കര ബോറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അതൊരു ഗെയിമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അത് ശൈത്യക്കും അറിയാം അതൊരു ഗെയിമാണെന്നുള്ളത്. ശൈത്യയോട് ഇത്തിരി റെസ്പെക്റ്റും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ആരൊക്കെയോ പറഞ്ഞ് പിരികിയിട്ട് വിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കിടന്ന് ഓവർ എക്സ്പോസർ കാണിച്ചിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഉൾട്ടടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ആ കുട്ടി അനീഷിന്റെ അടുത്ത് പോലും ഒരു മെന്റലി ഒരു സ്ട്രാറ്റജി കാണിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ. ആ കൊച്ചുകൊണ്ട് ഇഷ്ടമൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു അല്ലേ. അതല്ലാതെ അതിന്റെ മേലെ ഇങ്ങനെ എടുത്തിട്ട് മാനസികമായിട്ട് ഇതാക്കാൻ നോക്കുന്ന പോകുമ്പോൾ ഒരാൾ പോലും അനുവിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഞാൻ കണ്ടില്ല. എല്ലാവരും വട്ടോട്ട് ഇങ്ങനെ എന്താ പറയാ, ഈ കോഴിക്കൊത്തില്ലേ പഴയ നാട്ടില്, അതേപോലത്തെ ഒരു സാധനമായിരുന്നു. ആൻഡ് അനുമോള് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിന്നു. ഓക്കെ, ഷീസ് എ സ്ട്രോങ് ഗേൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആൻഡ് ഷാനവാസിന്റെ ഇഷ്യൂ, ഷാനവാസിന് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിലാണ് ഷാനവാസിന്റെ റിയൽ ക്യാരക്ടർ ഞാൻ അറിഞ്ഞത്. പല കണ്ടസ്റ്റൻസും അതിൻ്റെ ഉള്ളിലുള്ളവർ ഷാനവാസ് ഇതല്ല, ഷാനവാസ് ഫേക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അനുമോളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടിട്ടും അനീഷ് ഫേക്കാന്ന് പറയാൻ കേട്ടിട്ടും പല കാരണങ്ങൾ കൊണ്ടും ഷാനവാസിനോട് എന്തോ എനിക്കൊരു ക്യാരക്ടർ ഇഷ്ടമില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. സീസൺ 5 ഉണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കേറിൽ ഭയങ്കര അറഞ്ചം പുറഞ്ചം ഒച്ച ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്. ആ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇയാളുടെ സംസാരം കേട്ടപ്പോൾ ശൈത്യയുടെ ഈ സംസാരം, എക്സ്പ്ലനേഷൻ, ബോഡി ലാംഗ്വേജും ആക്ടിംഗ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അയാളാണ് ശരിക്കും എൻ്റെ മുഖത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇവരുടെ വിചാരം പുറത്തുനിന്ന് വന്നതിന് ശേഷം അനുമോൾ ഇട്ട് വിരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യക്ക് പുറത്തിറങ്ങുമ്പോൾ എന്ത് പൊന്തൂലോ പൊന്തിരിടോ കിട്ടുമെന്നാണ്. ഒട്ടുമില്ല. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ അനുമോൾ സ്ട്രാറ്റജിയാണ്, ഡ്രാമയാണെന്നുള്ളത്. ഇപ്പൊ ഈ ശൈത്യ കാണിച്ച ഈ സംഭവത്തിന് അനുമോളിന്റെ ഹേറ്റേഴ്സോടാണ് ഞാൻ ചോദിക്കുന്നത്, ചെയ്ത് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു രീതിയിലും തോന്നുന്നില്ല. ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് വലിച്ചു കീറി സംസാരിച്ചു. ശരിക്കും ഒരു മാനേഴ്സ്, ഒരു ക്യാരക്ടറുള്ള വ്യക്തി ഗെയിമാണ്, ഗെയിം കഴിഞ്ഞു, തിരിച്ചു ചെല്ലുന്നു, അവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നു, മെമ്മറീസ് നൊസ്റ്റാൾജി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കാരണം ഇനി അവർക്ക് 2-3 ദിവസങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് കിട്ടില്ല. നിൽക്കുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്, അതൊക്കെയുള്ള ഒരു ക്യാരക്ടർ. അതാണ് അപ്പാനി. അപ്പാനി കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് എല്ലാവരുടെ അടുത്ത് നിന്നു. പക്ഷെ ശൈത്യ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി മാനസികമായിട്ട്. ഇതാണോ ക്യാരക്ടർ എന്ന് തോന്നി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ശൈത്യയോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയ ഷോ അതെന്തെങ്കിലും ഒരു നാൾ ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആ കൊച്ചിനോട് സോറി പറയുമായിരിക്കും. പക്ഷെ വാവിട്ട വാക്കും കൈവിട്ട ആയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓൾ ദ ബെസ്റ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഭയങ്കര മോശമായിട്ട് ഇപ്പൊ അനുമോളെ കുറ്റം പറയുന്ന അനുമോൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശൈത്യൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്, ശാരികയൊക്കെ എന്തൊരു മെച്ചേർഡാണ്. ശൈത്യം അവിടെ നിന്ന് തെറി പറയുമ്പോൾ അനുമോള് മറ്റേ നമ്മുടെ കലാപം ശാരികയൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. ആൻഡ് അനീഷിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഓപ്പോസിറ്റ് ഒരാളുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഉണ്ടാവാതെ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നില്ല. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. എത്രയോ പേരുണ്ട് പെട്ടെന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഈ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും അവിടെ നിന്ന് തുണി ഊരി കാണിച്ചിട്ടാണോ നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്തെന്നുള്ളത്. അപ്പൊ സംസാരിക്കുമ്പോൾ കുറച്ച് ബോധവും വെളിവോടുകൂടി സംസാരിക്കണ്ടേ. ആ കൊച്ചു അവിടെ മറ്റേ മേനൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ച് നടക്കുകയായിരുന്നു അനീഷിന്റെ മുന്നിൽ. ഒരിക്കലും ഇല്ല, ബ്ലണ്ടേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റ് ഉദ്ദേശം എന്തായിരുന്നു, ആ കൊച്ചിനടിച്ച് താഴിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. കാരണം ചോറുണ്ടെന്നവരാണ് കേരളീയർ.